ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, പിന്നെ ഒരു ലൈക്കും കൂടെ ഇടുക കേട്ടോ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹോട്ട് വീൽസിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം കളക്ഷൻ ആയിട്ടാണ്. ഓരോ പ്രീമിയം കളക്ഷനിലും 5 കാറുകളാണുള്ളത്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ 3 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 2 കിട്ടിയില്ല. അപ്പോൾ നമുക്ക് ഉള്ള കാറുകൾ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓരോ തീമിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കണ്ടാലറിയാം, ബാർബി, പിന്നെ ഇവിടെ തന്നിരിക്കുന്ന ഇത് കണ്ടോ, ഈ നിഞ്ച ടർട്ടിൽസ്, എല്ലാം ഒരു കാർട്ടൂൺ, ഒരു ഓരോ ഷോ ബേസ്ഡ് ആയിട്ടുള്ള തീമിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് കാറെന്ന് പറഞ്ഞാൽ ബാർബി തീമിൽ വന്നിരിക്കുന്ന കോർവെറ്റ് C8R ആണ്. ഇത് വന്നിരിക്കുന്നത് ബാർബി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പിങ്ക്, ഒരു വൈറ്റ് തീമിലാണ് കോർവെറ്റയിൽ അവർ വെച്ചിരിക്കുന്നത്. ഈ സെയിം കാസ്റ്റിങ് ഹോട്ട് വീൽസ് പണ്ട് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് ഈ ബാർബീൻ്റെ തീം എടുത്തിട്ടതാണ് ഒരു തവണ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. എൻ്റെ ഫ്രണ്ട് കണ്ടോ, സാധാരണ മെയിൻ ലൈനിനേക്കാളും കുറച്ച് ഡീറ്റെയിലിംഗ് ആയിട്ടില്ലേ. എൻ്റെ ഫ്രണ്ടിൽ കോർവെറ്റേൻ്റെ സിമ്പിളൊക്കെ ഉണ്ട്, ആൻഡ് ഒരു ബാർബീൻ്റെ സിമ്പിളുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് വന്നിരിക്കുന്നത് ടോപ്പിലും ബാർബി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എൻ്റെ വീൽസ് ഈ ഫ്ലൂറസൻ്റ് ഈ കളറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്ലൂറസൻ്റ് കളറിന് പകരം അവരൊരു ബ്ലാക്ക് കളറോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിരിക്കുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു അട്രാക്റ്റീവ് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു തോന്നലാണ്, എനിക്കറിയില്ല എങ്ങനെ എത്രത്തോളം നന്നാകുമെന്ന്. കാരണം ഒരു പിങ്ക് ബ്ലാക്ക് കോമ്പിനേഷൻ എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവില്ലേ ഈ ഫ്ലൂറസെൻറ്റിനേക്കാളും. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം മോശമല്ലാത്ത ഒരു കാസ്റ്റിംഗ് ആണ്. 17 Audi RS6 Avant. കാരണം നല്ല സൂപ്പർ കാസ്റ്റിംഗ് കേട്ടോ, നല്ല ഡീറ്റെയിലിംഗ് ആണ്. നമ്മൾ ഇതെടുക്കുമ്പോഴേ അറിയാം, ഇത് മെയിൻ ലൈൻസിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്. കണ്ട, ഓഡീൻ്റെ സിമ്പിളുണ്ട് ആൻഡ് ലൈറ്റ്സ് പെയിൻറ്റഡ് ആട്ടോ. ഇതാണ് ഇതിൻ്റെ ബാക്കിൽ സ്റ്റോപ്പ് ലൈറ്റ് എല്ലാം ഉണ്ട്, നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ആൻഡ് ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. സൺറൂഫൊക്കെ ഉണ്ട്. ഇപ്പം സാധാരണ മെയിൻ ലൈൻസിന് ഇപ്പോൾ സൺറൂഫൊക്കെ ഉണ്ടെങ്കിലും അത് ഗ്ലാസ്സൊന്നും അവർ വെക്കില്ലല്ലോ. മീൻസ് മെറ്റലിൻ്റെ ബോഡിയിൽ തന്നെ ഒരു കണ്ടിന്യൂഷനായിട്ടൊരു കട്ടിങ് ഒക്കെ പോലെയല്ലേ ഉള്ളൂ. പക്ഷേ ഈ പ്രീമിയം കളക്ഷൻസിൽ വരുമ്പോൾ ഡീറ്റെയിലിങ്ങും കൂടെ കുറച്ചും കൂടെ കൂടുതലായിരിക്കും മെയിൻ ലൈൻസിനെ വെച്ച് നോക്കുവാണെങ്കിൽ. ആൻഡ് കുറച്ചും കൂടെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ പ്രീമിയം കളക്ഷനിലെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഈ നിഞ്ച ടർട്ടിൽസ് തീം വെച്ചിട്ടോ, പാർട്ടി വാഗൺ. നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല ഡീറ്റെയിലിംഗ് ഇല്ലേ. ഫ്രണ്ടിലാണെങ്കിലും കണ്ടോ, ടർട്ടിൽസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ലൈറ്റ്സ് ഒക്കെ പെയിൻറ്റഡ് ആണ്. ഒരു യെല്ലോ ഗ്രീൻ തീമിലാണ് ഇത് ടോട്ടലി വന്നിരിക്കുന്നത്. ബാക്കിൽ സ്റ്റോപ്പ് ലൈറ്റ് ഒക്കെ പെയിൻറ്റഡ് ആണ്. ആൻഡ് ഇതിൻ്റെ ബേസ് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കളറാട്ടോ. ആൻറ്റിനെ പോലെയൊക്കെ എന്തൊക്കെയുണ്ട്. പിന്നെ മറ്റുള്ള വണ്ടികളെ വെച്ച് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇനി വരുന്നുണ്ട്, എല്ലാവരും അത് കാണണേ. അപ്പോൾ ഇതാണ് പാർട്ടി വാഗൺ. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ 3 കാറുകളാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നിടം വരെ ടാറ്റാ.